മൂന്നാമത്തെ എപ്പിസോഡാ. എന്താണ്? ഒരുവൻ നേരെ ഒരുവൻ ഞെരങ്ങിപ്പോകരുത്. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരുവേ ഒരുവൻ ഞെരങ്ങിപ്പോകരുത്. ഈ വിധിക്കപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ വിധിക്കരുത് എന്നുള്ളൊരു വിഷയം തന്നെ അവിടെ ഇല്ല. എന്നോടൊരാൾ പറഞ്ഞോട്ടെ, പാർട്ടി ഇങ്ങനെ എല്ലാവരെയും വിധിക്കുന്നില്ലാന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ വിധിക്കുന്നില്ലല്ലോ. പിന്നെ ഇങ്ങനെ മറ്റൊരാൾ ചെയ്യുന്ന കാര്യത്തെ വിമർശിച്ച് വിധിക്കുമ്പോൾ ഇവർ മറ്റു കാര്യം ഏത് ചെയ്യുന്നു? അവനവിടെ ഊതിയിടണമെങ്കിൽ ഊതിയിടട്ടെ, ഉന്തിയിടണമെങ്കിൽ ഉന്തിയിടട്ടെ, അവൻ കുരപ്പിക്കുന്നെങ്കിൽ കുരപ്പിക്കട്ടെ, അവൻ ചിരിപ്പിക്കുന്നെങ്കിൽ ചിരിപ്പിക്കട്ടെ, അവനെന്തെങ്കിലും ചെയ്യട്ടെ. നിങ്ങളെന്തിനാ അവനെ വിധിക്കുന്നത്? ഞാൻ പറഞ്ഞു, അത് പുസ്തകത്തിലില്ലല്ലോ. അപ്പോൾ ഈ പുള്ളിക്ക് ഇച്ചിരി ചളിപ്പ് പറയാൻ തുടങ്ങി. അത് പുസ്തകത്തിലില്ലല്ലോ സഹോദര. ആ പുള്ളിയുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിലും എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിലും ഊതിയിടാനും ഉന്തിയിടാനും കുരപ്പിക്കാനും ചിരിപ്പിക്കാനും ഛർദ്ദിപ്പിക്കാനും ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി തലയറിഞ്ഞ് പ്രാർത്ഥിക്കാനും ഉപവസിച്ച് പ്രാർത്ഥിക്കാനും ഈ സാമ്പത്തിക തട്ടിപ്പുകൾക്കൊന്നും പുസ്തകത്തിൽ ഒരു വ്യവസ്ഥയില്ലല്ലോ. കർത്താവിൻ്റെ ശിഷ്യന്മാരത് ചെയ്തില്ലല്ലോ. അത് ചെയ്യാനായിട്ട് നമുക്ക് ഉപദേശം ഇല്ലല്ലോ. പിന്നെ അവർ ചെയ്യുമ്പോൾ ഞാൻ അവരെ വിമർശിക്കുന്നത് അത് വചനവിരുദ്ധമായ കാര്യമായതുകൊണ്ടാണ്. അത് വിധിക്കലല്ല, അത് അവരെ തിരുത്തുക ചെയ്യുന്നത്. ഓ, അത് ശരി. ഏതാ ശരി? പുസ്തകം വായിക്കണ്ടേ, പ്രാർത്ഥിക്കണ്ടേ, തേരാപാര നടക്കുക. പിന്നെന്താ ചെയ്യും? വല്ല ഭാഷമാടൊക്കെ ചെന്ന് മുട്ടിയിട്ട് അവസാനം ഇളിഭ്യനായി പോവുകയും ചെയ്യും, ബാലം മുറിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ നമ്മൾ പുസ്തകത്തിലൂടെ പഠിച്ചിട്ട് വേണം മറ്റുള്ളവരോട് അത് പുലമ്പാനും പറയാനും അവരോട് കയറി തർക്കിക്കാനും വാദിക്കാനും. ഇവിടെ യാക്കോബ് പറയുന്നത് വിധിക്കരുത് എന്ന് പറയുന്നത്, നമ്മൾ മറ്റുള്ള നന്നായി ജീവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടാകാം, അവരെ നമ്മൾ വിധിക്കാൻ പാടില്ല. വചനവിരുദ്ധമായ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ അതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാം. അങ്ങനെയെങ്കിൽ പൗലോസിനകത്ത് പറഞ്ഞിരിക്കുന്നത് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? നായ്ക്കളെ സൂക്ഷിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ആകാത്ത വേലക്കാരെ സൂക്ഷിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? വിച്ഛേദനക്കാരെ സൂക്ഷിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഈ ഗ്രൂപ്പ് ദൈവസഭയ്ക്ക് കേടുവരുത്തുന്നവരാ, അവരെ സൂക്ഷിക്കണം. വചനവ്യവസ്ഥയിൽ നിലനിൽക്കുന്നവരും പ്രസംഗിക്കുന്നവരും അവരുടെ പ്രസംഗങ്ങൾ കേട്ട് ജനം അനുഗ്രഹം പ്രാപിക്കും. മറ്റുള്ളവരുടെ പ്രസംഗം കേട്ട് ജനം എന്തു ചെയ്യും? ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ തപിക്കപ്പെട്ട സുവിശേഷം ആരാ അറിയിക്കുന്നത്? RSS ആയിരുന്നു? പാസ്റ്ററല്ലേ അറിയിക്കുന്നേ? പാസ്റ്റർമാരല്ലേ സുവിശേഷം അറിയിക്കുന്നേ? അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന വ്യവസ്ഥ ഒരു വരവണ്ണം, ഒരു കോമ, ഒരു വള്ളി, ഒരു പുള്ളി തെറ്റിച്ച് പറഞ്ഞാൽ പാസ്റ്ററല്ല ആരാണെങ്കിലും ശപിക്കപ്പെടുമെന്ന് പൗലോസ് പഠിപ്പിച്ച്. അതുകൊണ്ടാണ് ഞാൻ അതിന്മേൽ കയറി പിടിക്കുന്നത്. പാസ്റ്റർമാരെ, നിങ്ങൾ വചനത്തിലില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ, ചെയ്യല്ലേ. നിങ്ങൾ വിശ്വാസികളെ പഠിപ്പിക്കല്ലേ. നിങ്ങളും നശിക്കും, നിങ്ങളുടെ ജനവും നശിക്കും. അവസാനം കിടന്ന് കയ്യും കാലും അടിച്ചിട്ട് കഥയില്ല. ഈ ധനവാൻ കർത്താവിനോട് പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ഈ തീജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു, അതുകൊണ്ട് എന്താ വേണം? എനിക്ക് ലാസറിൻ്റെ വിരലിൻ്റെ അറ്റം മുക്കി. ഗ്ലാസ്സിലൊന്നും വേണ്ടേ പുള്ളിക്ക്? വേണ്ട, കാരണം ഗ്ലാസ്സിൽ ചോദിച്ചാൽ കിട്ടാൻ സാധ്യതയില്ല. ഈ നിലയിൽ കിട്ടിച്ചാൽ കിട്ടുമെന്ന്, അതും കിട്ടിയില്ലെന്നുള്ളത് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നു. ആ വിരലിൻ്റെ അറ്റം മുക്കി ഒരിച്ചിരി വെള്ളം എൻ്റെ നാവിൽ തൊടണം. ലാസറിൻ്റെ വിരലും കയ്യും നഖവും ഒക്കെ ഈ ചീഞ്ഞളിഞ്ഞ ഈ ദേഹത്ത് ഇട്ട് ചൊറിഞ്ഞു പൊടിച്ചു. കാരണം അവൻ പുഴുത്ത് നാറിക്കിടക്കുകയല്ലേ അവിടെ. ഇപ്പം ആ വിരലിൻ്റെ അറ്റത്തിലെ ഒരു തുള്ളി വെള്ളമാണ് ധനവാൻ ആഗ്രഹിച്ചത്. ഒന്ന് ചിന്തിച്ച്, എത്ര ഗതികെട്ട അവസ്ഥയിൽ അവനായി. ആഡംബരത്തോടെ പട്ടുവസ്ത്രം ധരിച്ച് സുഖിച്ച് പൊളച്ച്, എൻ്റെ ഭാഷ കൂടി പറഞ്ഞാൽ പച്ച നിറമുള്ള പച്ചവെള്ളം കുടിക്കത്തില്ല, അതിന് പകരം കളർ വെള്ളം കുടിക്കുള്ളൂ പുള്ളി. എന്തൊക്കെ ഇഷ്ടംപോലെ കുടിക്കുന്നവരുണ്ട്. അവസാനം പിടി വീഴും. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് പുസ്തകം വ്യക്തമായി പറയുന്നുണ്ട്. ഇഷ്ടംപോലെ പേര് കുടിച്ചിട്ട് നിന്ന് ഉള്ളിൽ നിന്ന് പ്രസംഗിക്കുന്ന മാന്യന്മാരെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അവരെയൊക്കെ കഷ്ണം കഷ്ണമായിട്ട് കശാപ്പ് ചെയ്യുന്നതെന്ന് നിങ്ങളെങ്കിലും ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഉള്ളിൽ നിന്ന് പ്രസംഗിക്കുന്ന പാസ്റ്റർമാരെ, സ്വത്രം, അവർ പറയുന്നത് ഇച്ചിരി അടിച്ചു നിന്ന് പ്രസംഗിച്ചാൽ ശരിയാത്. ഈ എക്സ് മിലിറ്ററിക്കാർ ഡ്രൈവർമാർ വണ്ടി ഓടിക്കുമ്പോൾ അവർക്കൊരു സ്വഭാവമുണ്ട്. അത് ഞാൻ രഹസ്യമായിട്ട് അറിഞ്ഞ കാര്യമാണ്. ശകലം വീശിയിട്ടേ അവർ വണ്ടി ഓടിക്കത്തുള്ളൂ. പക്ക വണ്ടി ഓടിക്കലായിരിക്കും. ഒരു കുഴപ്പം അവർക്ക് പറ്റത്തില്ല. കാരണം അതൊരു ശീലമായിപ്പോയി അവരുടെ ജീവിതത്തിൽ. മിലിറ്ററിക്കാരെന്ന് പറഞ്ഞാൽ അവർ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കുക. അത് കുടിച്ച് കുടിച്ചൊരു ശീലിച്ച് കിടക്കുന്ന ശീലം നിർത്തത്തില്ല.
യഥാർത്ഥ മാനസാന്തരപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ നിർത്താൻ പറ്റുള്ളൂ, അല്ലാത്തവർ നിർത്തത്തില്ല. അവരിങ്ങനെ വീശിക്കൊണ്ടിരിക്കും. സ്തോത്രം, സ്തോത്രം. ഇന്ന് പാസ്റ്റർമാർ കുടിക്കുന്നവരുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ദൈവസഭ ലജ്ജിക്കണം. പാസ്റ്റർമാർ വ്യഭിചാരം ചെയ്യുന്നവരുണ്ടെന്ന് പറയുമ്പോൾ ദൈവസഭ ലജ്ജിക്കണം. പാസ്റ്റർമാർ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുന്നവരുണ്ടെന്ന് പറയുമ്പോൾ ദൈവസഭ ലജ്ജിക്കണം. ഹല്ലേലൂയ. ഒരു ചിട്ടി കമ്പനി നടത്തിയ ഒരു സഹോദരനുണ്ട്, പേരൊന്നും ഞാൻ പറയുന്നില്ല. ഗുരുവും ശിഷ്യനും കൂടി കേരളം, ലോകം മുഴുവൻ അരങ്ങ് തകർത്തോണ്ടിരിക്കുക. ഇവരുടെ ആദ്യത്തെ പണി ചിട്ടിപ്പണിയായിരുന്നു. ചിട്ടിപ്പണി 8 നിലയിൽ പൊട്ടിയപ്പോൾ കാശുണ്ടാക്കാൻ ഒരു മാർഗം സുവിശേഷം. അനേക ലക്ഷക്കണക്കിന് ജനങ്ങളെ വലച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്മീകമായിട്ടാണ് കേട്ടോ. ഭൗതികമായവരെല്ലാം നല്ല ആസ്തിയുള്ളവരാണ്. കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാശ് കിട്ടും, കടം മാറും, കഷ്ടത മാറും, കണ്ണീർ തുടയ്ക്കപ്പെടും, പിന്നെ ലോകത്തിലെ നിന്ദകളെല്ലാം മാറും. ആ സുവിശേഷം പറഞ്ഞാൽ ആർസാരം തല്ലാമെന്ന അതിനും പ്രൊട്ടക്ഷൻ തരും അവരൊക്കെ. പക്ഷെ അവസാനം നരകത്തിൽ പോയി വീഴും. എനിക്കത് മാത്രമേ ഉള്ളൂ പറയാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഇങ്ങനെയുള്ള മേഖലകളൊക്കെ ഒഴിഞ്ഞു പോകണമെന്ന് എക്സ്പെഷ്യലി ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നു. നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. സൗരന്മാരെ വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവൻ്റെ പേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നു. സൗരന്മാരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിലും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുവീൻ. അന്ന് പറഞ്ഞിട്ട് ഈ ദൃഷ്ടാന്തമായിട്ട് തന്നിരിക്കുന്ന ആരെയാ പറഞ്ഞേ? ആരെയാ തന്നിരിക്കുന്നത്? ജോബിനെ. കഷ്ടാനുഭവത്തിന് നമുക്ക് വിചാരിച്ചു കൊള്ളാൻ തന്നിരിക്കുന്ന യോബിനെയാ. എന്തോരം കഷ്ടം അനുഭവിച്ചു. ഗുണം പിടിക്കാത്തൊരു പെണ്ണും പിള്ള ഉണ്ടായിരുന്നവന്. അവൾ എന്താ പറഞ്ഞത്? നീ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാതെ കർത്താവിനെ തള്ളിപ്പിളഞ്ഞ് ചത്തുകളയാൻ പറഞ്ഞു. അപ്പോഴാണ് ജോബ് വിളിച്ചത്, എടി പോഷി പൊട്ടി എന്ന് വിളിച്ചു. കാരണം എന്താ? പൊട്ടത്തരം അവള് പറഞ്ഞത്. നമ്മൾ പൊട്ടത്തരം പറഞ്ഞാലും പൊട്ടി എന്നൊക്കെ വിളിക്കും. അതുകൊണ്ട് പൊട്ടത്തരം പറയരുത്. എനിക്കതേ പറയാനുള്ളൂ. അവിവേകങ്ങൾ പറയരുത്. ശരിയെന്ന് തോന്നുന്ന മാത്രം പറയുക. സ്വത്രം. യോബ് ആ ഭാര്യയോട് പറയുന്നൊരു മറുപടി, കർത്താവിൽ നിന്ന് കഷ്ടതയും സമൃദ്ധിയും എല്ലാം വരുന്നു, എല്ലാം നമ്മൾ അനുഭവിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് അവളെ തിരുത്താനിടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, ഇനി യോബിനെ എടുത്ത് ആരാണ് ഏറ്റവും കൂടുതൽ വീശുന്നതെന്ന് നമുക്കറിയാമോ? കള്ളപ്രവാചകന്മാർ. യോബിനെ അനുഗ്രഹിച്ചതുപോലെ നിന്നെ അനുഗ്രഹിക്കാൻ പോവാ ദൈവം. തലയും കുത്തിയിരിക്കുന്ന വിശ്വാസികളോട് കള്ളപ്രവാചകൻ പറയുന്ന പ്രവചനമാണ്. യോബിനെ അനുഗ്രഹിച്ചതുപോലെ. യോബിനെ എങ്ങനെ അനുഗ്രഹിച്ചേ? എല്ലാം ഇരട്ടി കൊടുത്ത് അനുഗ്രഹിച്ചു. എല്ലാം ഇരട്ടി കൊടുത്തു. ഇത് കേട്ടപ്പോൾ ഒരു പാസ്റ്റർ ചോദിച്ചു, വേറെ ആരുമല്ല, പാസ്റ്റർ ക്യാപ്റ്റൻ ഷാമോൽ, അനുഗ്രഹീതനായ കരുത്തനായ ഒരു ദേവദാസ്. അപ്പം ചോദിച്ചു, പാസ്റ്ററെ ഇരട്ടി കൊടുക്കുമെങ്കിൽ ഭാര്യേനെ ഇരട്ടി കിട്ടുമോ? അതുകൂടി ഒന്ന് പറയണമെന്ന് പറഞ്ഞു. ഇരട്ടിയല്ലേ കിട്ടിയേ? അപ്പോൾ ഒരു ഭാര്യയ്ക്ക് വേറെ ഭാര്യയും കൂടി. ഈ പൊട്ടത്തരങ്ങൾ ഇന്ന് പ്രവചിക്കരുത്. അന്ന് കാലത്ത് കർത്താവ് വചനത്തിൽ പറയുന്ന ഒരു ഭൗതിക വിഷയം. യോബ് അതുപോലെ വില കൊടുത്തു. യോബ് കൽക്കഷ്ണം കൊണ്ട് ദേഹം ചൊറിഞ്ഞുകൊണ്ടിരുന്നു. അത്ര ചൊറി പിടിച്ച് അളിഞ്ഞ് പുഴുവരിച്ച് അത്ര തീച്ചൂളയിലൂടെ കടന്നുപോയത് കൊണ്ട് ദൈവം അവന് കൊടുത്ത ഒരു ബ്ലെസ്സിങ് ആയിരുന്നു അത്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഭൗതിക അനുഗ്രഹങ്ങൾ നിനക്ക് എത്ര നഷ്ടമായി ജോബേ, അത് ഞാൻ ഇരട്ടിയായിട്ട് മടക്കി തരും. അത് വേറൊരു സബ്ജക്റ്റാണത്. അത് പുതിയ നിയമസഭയിലെടുത്ത് ഇരട്ടി തരുമെന്ന് പ്രസംഗിക്കുന്നെങ്കിൽ ആ തലമണ്ട സാത്താൻ്റെ തലമണ്ടയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം പുതിയ നിയമത്തിൽ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് എങ്ങനെയാ? ആത്മീകമായ അനുഗ്രഹങ്ങളാണ്. ഭൗതിക അനുഗ്രഹങ്ങളല്ലവേ അല്ല, സ്വർഗീയമായ അനുഗ്രഹങ്ങളാണ്. വിശ്വാസത്തിൻ്റെ ശക്തമായ അനുഭവമാണ് അനുഗ്രഹം. പ്രത്യാശയുടെ ശക്തമായ നിലവാരമാണ് അനുഗ്രഹം. വിശ്വാസവും പ്രത്യാശയും സ്നേഹവും സന്തോഷവും സമാധാനവും ആത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും ആർക്കാ ഉള്ളത്? ആർക്കുണ്ടോ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാ ആത്മീകമായിട്ട്. ലോകം അവരെ പൊട്ടന്മാരെന്ന് പറഞ്ഞോട്ടെ. എന്നാൽ മരണാനന്തരം അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുക്കേണ്ട എല്ലാ ബഹുമതികളും കൊടുത്ത് സ്വർഗീയമായ അനുഗ്രഹത്തിൻ്റെ തുമുപ്പിൽ സ്വർഗത്തിൽ അവരെ നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മൾ ഹൃദയത്തിൽ നന്നായിട്ട് മനസ്സിൽ കരുതിക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത കണ്ടും കേട്ടും കർത്താവ് വരുത്തിയ
അവസാനം കണ്ടുപിരിക്കുന്നു. കർത്താവ് മഹാ കരുണയും മനസ്സിലുള്ളവനുമല്ലോ. ആ കാര്യങ്ങൾ ഒരർത്ഥത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത 12-ാമത്തെ വാക്യം, വിശേഷാൽ സൗരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയോ മറ്റ് യാതൊന്നിനെയും ചൊല്ലി സത്യം ചെയ്യരുത്, ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങളുടെ വാക്ക് ഉവ്വ എന്നും പറഞ്ഞാൽ ഉവ്വ എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ആയിരിക്കട്ടെ. ആരും സത്യം ചെയ്യരുത്. കർത്താവിനെ പിടിച്ച് സത്യം ചെയ്യരുത് എന്ന് പലരും കർത്താവിനെ പിടിച്ച് സത്യം ചെയ്യുന്നവരുണ്ട്. ദൈവത്താണ് സത്യം എന്നൊക്കെ പറയും. പച്ചക്കള്ളം കല്ല് വെച്ച നുണ പറഞ്ഞിട്ട് ദൈവത്താണ് സത്യം എന്ന് പറയും. പെന്തക്കോസ്തർ പറയുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒരു ശതമാനം പറയുന്നവരുണ്ട്, ഇല്ലെന്നില്ല. എന്നാൽ അത് വചനം വിലക്കുകയാണ്. സത്യമൊന്നും ചെയ്യാൻ പാടില്ല. ഉണ്ട് ഉവ്വ എന്ന് പറഞ്ഞാൽ ഉവ്വെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലെന്നും ആയിരിക്കട്ടെ. ഒറ്റ വാക്ക് അതിനപ്പുറം കയറി പറയരുത്. ഇതൊക്കെ നമ്മൾ വളരെ കുറിക്കൊള്ളേണ്ട കാര്യമാണ്. ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പറയും ഇത്ര രൂപ അത്യാവശ്യമുണ്ട്, എനിക്ക് തന്നേ പറ്റുള്ളൂ, വാ എന്ന് പറഞ്ഞ് അന്നത്തെ ദിവസം കാശ് കിട്ടിയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി തിരിച്ചു മറിച്ചത് കൊടുത്തിരിക്കണം. കാരണം അത് പ്രതീക്ഷ വന്നിരിക്കുക. ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്നും. അതിൽ അവസാനം സമയം വരുമ്പോൾ സ്ലിപ്പാകുന്ന അനേക ഭക്തന്മാരെ എനിക്കറിയാം. നമ്മുടെ വാക്ക് ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്നും ആയിരിക്കട്ടെ. അതാണ് വിശുദ്ധന്മാരുടെ ഭക്തന്മാരുടെ വാക്കുകളെന്ന് യാക്കോബ് നമ്മളെ പഠിപ്പിക്കുക. യാക്കോബിൻ്റെ മരണത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. തുണി അലക്കുന്ന ഇന്നത്തെ വാഷിംഗ് മെഷീൻ സിസ്റ്റം, സോപ്പ് പൊടികളൊന്നും അന്നില്ല. ഒന്നാന്തരം ചാരം, പൗഡർ പോലുള്ള ചാരത്തിൽ തുണികൾ മുക്കി വെച്ച് ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ തുണികളെടുത്ത് കല്ലിൽ വെച്ച് വലിയ വിറക് മുട്ടി കൊണ്ട് അടിച്ചാണ് അഴുക്ക് കളയുന്നത്. ആ വിറക് മുട്ടി കൊണ്ട് യാക്കോബിൻ്റെ തലയെ അടിച്ച് പൊട്ടിച്ചു എന്നാണ് ചരിത്രം. അങ്ങനെ തലമണ്ട പൊട്ടി മരിച്ച യാക്കോബാണ് ലേഖനം എഴുതുന്നതാണ് ഒരു കൂട്ടം വേദപണ്ഡിതന്മാർ പറയുന്നത്. ആ അറിവ് എനിക്കുള്ളൂ, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ആ യാക്കോബാണ് ഈ പ്രബോധനം എഴുതിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. എത്ര കരുത്തനായ മനുഷ്യനാണ്, എത്ര ശക്തമായ പ്രബോധനമാണ്. സ്തോത്രം. അടുത്ത വാക്യത്തിലേക്ക് വരാം. 13-ാം വാക്യം വായിച്ചാൽ. 13-ാം വാക്യം. പ്രാർത്ഥിക്കട്ടെ. ആമേൻ. ഏറ്റവും നല്ല അർത്ഥസമ്പുഷ്ടമായൊരു വാക്യം. കഷ്ടം അനുഭവിക്കുന്നവൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കഷ്ടം അനുഭവിക്കണം. കഷ്ടത മാറ്റാൻ വേണ്ടി പ്രവാചകനെ വിളിക്കാൻ പോവല്ലേ, പിന്നെ എവിടെ ഇട്ടാ പ്രാർത്ഥിക്കണേ? എൻ്റെ കൂടെ ഒരു അച്ഛനുണ്ട്, പുള്ളി എപ്പോഴും പറയും, അവനവൻ്റെ വിഷയം പ്രാർത്ഥിച്ച് വിടുതലെടുക്കാൻ പറ്റാത്തവൻ വിശ്വാസിയല്ല. കാശെടുക്കാൻ പ്രാർത്ഥിക്കണം. ഇവിടെ പറഞ്ഞ ഫ്രാൻസിസിന് ആ സൂക്കേടുണ്ട്. പക്ഷേ അദ്ദേഹം മീൻ പിടിക്കാൻ പോവുകയാണ്, വലയെടുക്കാൻ പോവുകയാണ്, ഒന്ന് പ്രാർത്ഥിച്ചോണേന്ന്. കാരണം അവന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, പറഞ്ഞിട്ടൊന്നും കഥയില്ല. അങ്ങനെ ആയിപ്പോയി. പാവം പിടിച്ചവർ. ചില ചിന്തകൾ അവരുടെ ഉള്ളിലോട്ട് കയറി അത് പോകത്തില്ല. കർത്താവേ, ഞങ്ങളുടെ ബുദ്ധിമുട്ടും കഷ്ടത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ആവശ്യമായ നന്മ അവിടുന്ന് തരണമേ എന്ന് പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് വലയിട്ട് മീൻ പിടിക്കുക. അല്ലാതെ എന്താ വല്ലവരും കൊണ്ട് പ്രാർത്ഥിപ്പില്ല എന്തായി? അപ്പം അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. അതുകൊണ്ട് മാത്രം പ്രാർത്ഥിച്ചാൽ കേൾക്കുമോ എന്നുള്ള ചിന്ത അവനുണ്ട്. അതാണ് കുഴപ്പം. സ്തോത്രം. എന്നാൽ യാക്കോബ് അത് തിരുത്തുകയാണ്. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ലൊരു അവസരം കഷ്ടതയാണെന്ന് ഓർത്തോളം. കഷ്ടതയെ ശാസിക്കുന്ന ബിരുദന്മാർ നമ്മുടെ ഈ ആത്മീയ കോളത്ത് കിടപ്പുണ്ട്. ഇഷ്ടംപോലെ വെളിവ് കെട്ട ഉപദേശിമാർ കിടപ്പുണ്ട്, കഷ്ടതയെ ശാസിക്കുന്നവർ. തിരുവനന്തപുരത്തൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ശാസിച്ച് അവസാനം കോടിക്കണക്കിന് രൂപയുടെ മൂല്യവും വീടും കാര്യങ്ങളും കുടുംബവും ഒക്കെ സന്തോഷമായിട്ടുണ്ട്. അവസാനം ശാസിച്ച് പെണ്ണും പിള്ളയും കൊണ്ട് വേർത്തം പോയി. എന്താ കാര്യം? ഈ വചന വ്യവസ്ഥ വിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആരും ചെയ്യരുത്. കഷ്ടത ശാസിക്കാനായിട്ട് എവിടെ വചനമുള്ളത്? ഞാൻ അതുകൊണ്ടല്ലേ ഈ പാസ്റ്റർമാർ ഇത്രത്തോളം രൂക്ഷമായിട്ട് വിമർശിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ പറയുന്നു, പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. കഷ്ടതയിലൂടെ അനുസരണം പഠിച്ച് തികയാൻ യേശുക്രിസ്തുവിന് ദൈവം കഷ്ടത കൊടുത്തെങ്കിൽ, പത്രോസ് പറഞ്ഞു, പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങൾ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അപ്പൊ കഷ്ടം അനുഭവിച്ചു പുത്രൻ തികഞ്ഞവനായെങ്കിൽ നിങ്ങൾക്കും അതേ കഷ്ടതയുടെ പാത ദൈവം വെച്ചിരിക്കുന്നു. കഷ്ടതയിലോട് കൂടി പോയി
തികഞ്ഞു വരുവാൻ. കാരണം എന്താ? പ്രാർത്ഥിക്കാൻ, കരയാൻ, നിലവിളിക്കാൻ. അതിനാ കഷ്ടത വെച്ചേക്കുന്നേ. ആ കഷ്ടതയെ ശാസിച്ചപ്പോൾ എന്ത് ചെയ്തു? പിശാച് കരുതി എന്നാൽ ഇവനെ ഒരു പൂട്ടിക്കളാന്ന് പറഞ്ഞ് പൂട്ടിയതാ. എന്താ പറ്റി? കഷ്ടത മാറി, കോടിക്കണക്കിന് വീട് കിട്ടി, കുടുംബജീവിതം ഛന്ന ഭിന്നമായി, പുറത്ത് പറയാൻ പറ്റാത്ത ലജ്ജാകരമായ അവസ്ഥയിൽ താനായി തീർന്നു. എന്നിട്ട് ഞെളിഞ്ഞിരുന്നുകൊണ്ട് പറയുക, എനിക്ക് കിട്ടുന്ന കാശിന് ഞാൻ കൃത്യമായി ടാക്സ് അടയ്ക്കുന്നുണ്ടെന്ന്. ഒരു വെളിവ് കേട്ട പാസ്റ്ററുമായിട്ട് ഒരു ഇൻ്റർവ്യൂ ഞങ്ങൾ കണ്ടില്ല, അതിൽ പറയുക. ബാംഗ്ലൂരുകാരനൊരു പാസ്റ്റർ, പുള്ളിയും കോടീശ്വരനാണ്. പുള്ളിയും പറയും ഞാനും കൊടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ പാസ്റ്റർമാർക്ക് തിന്നാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ലെന്ന് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദയും പത്രോസൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പറയുകയാണ് ഞങ്ങൾ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഏത് ശിഷ്യനാ കർത്താവിൻ്റെ അറിയ പോകുന്നത്? ഇതാ ഇവിടുത്തെ വിഷയം. ടാക്സ് കൊടുത്ത ശിഷ്യന്മാരല്ല കർത്താവിൻ്റെ കൂടെ നടന്നവർ. കരം കൊടുക്കണമെന്നുണ്ടായിരുന്നു, പത്രോസിന് കൊടുക്കാനില്ലാഞ്ഞിട്ട് പത്രോസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് പറഞ്ഞു ഒരു മീൻ ചൂണ്ടയിട്ടൊരു മീൻ പിടിക്കാൻ പറഞ്ഞു, അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു, അത് കൊടുക്കാൻ പറഞ്ഞു. അതൊക്കെ ഈ കുമിഞ്ഞു കൂടുന്ന ഭൗതികത്തിൻ്റെ ടാക്സ് അല്ല അവിടെ പറഞ്ഞത്, അത് വേറെ കരമാണ്. ഈ വെളിവ് കേട്ടവരൊക്കെ ഏത് നിലയിൽ ഇത് മനസ്സിലാക്കിയെന്ന് എനിക്കറിയത്തില്ല. അത് വെച്ചുകൊണ്ട് വല്ലവൻ്റെയും അവിടെ പോയി ദുരുപദേശം പറഞ്ഞ് ഇല്ലാത്ത കാശ് മുഴുവൻ കോടിക്കണക്കിന് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ടാക്സ് കൊടുത്തിട്ട് ഞെളിഞ്ഞിരുന്നുകൊണ്ട് പറയുക, എനിക്ക് കിട്ടുന്ന നന്മയ്ക്ക് മുഴുവൻ ഞാൻ ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത 10,000 പോലും വരുമാനമില്ലാത്ത നല്ല ഒന്നാം തരം വചനം പ്രസംഗിക്കുന്ന ഉപദേശിമാരെ എനിക്കറിയാം. അവർ തീച്ചുള്ളിലൂടെ പോവുക, അവർ കഞ്ഞിയും കുടിച്ചും പിന്നെ അച്ചാറും കഞ്ഞിയും കുടിച്ചും സാധാരണ ആഹാരങ്ങൾ കഴിച്ചും ചെറിയ ചെറിയ വീടുകളിൽ വാടകയ്ക്ക് താമസിച്ചും ദൈവവചനം പ്രസംഗിച്ച് ജീവിച്ച് വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിച്ച് ദൈവവചനം പ്രസംഗിച്ച് മുമ്പോട്ട് പോകുന്ന അവർ സ്വർഗത്തിൽ പോവുമോ? കോടിക്കണക്കിന് രൂപ വക്രിച്ചുണ്ടാക്കി ടാക്സ് കൊടുത്ത് ഞെളിഞ്ഞിരുന്ന് പറയുന്ന ഇവരാണോ സ്വർഗത്തിൽ പോകുന്നത്? നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ വിടുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള പോഷത്വങ്ങളും അവിവേകങ്ങളും മൂഢത്വങ്ങളൊന്നും ആരും പറയരുത്. ദൈവവചനം ഭക്ഷിക്കുന്നവരും അരിയാഹാരം കഴിക്കുന്നവരും വചനം ധ്യാനിക്കുന്നവരും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും മറ്റു ചിലരൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ഈ വഷളത്വങ്ങൾ വിളിച്ച് പറയരുത് ഇനിയെങ്കിലും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അടുത്ത വാക്യത്തിലേക്ക് വരിക. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്ന പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടണം. ഈ സുഖം അനുഭവിക്കുന്ന എന്ത് പാട്ട് പാടണം? ആത്മാവിൽ പാടണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. അത് രണ്ടു പേർക്കുള്ളതാണ്. പൗലോസ് ശീലാസും കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ എന്തോ പറ്റി? കഷ്ടതയിലായിരുന്നു. ഒരു പാട്ട് പാടി സ്തുതിച്ചു. ഇന്നത്തെ ഭക്തിഗാനങ്ങളൊന്നും അല്ല കേട്ടോ, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. അന്ന് രചിക്കുന്ന രചയിതാവും ഇല്ല, സംഗീതം കൊടുക്കുന്നവനും ഇല്ല. അടി കൊണ്ട് പുളിയും കുടിച്ച് ഓടുന്ന കാലഘട്ടമാണ് അന്ന്. അന്ന് അവർ ആത്മാവിൽ പാടി, അവർ ആത്മാവിൽ പ്രാർത്ഥിച്ചു. എന്തെങ്കിലും അനുഭവം ഉണ്ടായോ? ദൈവം ഭൂകമ്പം അയച്ചു. പേരടാ ജയിലിലെന്ന് പറഞ്ഞ് ചീത്തയും പറഞ്ഞ് കയറ്റിയവനൊക്കെ മുമ്പിൽ വന്ന് യജമാനന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് നിൽക്കത്തക്ക നിലയിൽ കാര്യങ്ങളെ ദൈവം മാറ്റിമറിച്ചു. കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ഈ ഇടയ്ക്കൊരു സഹോദരി പറഞ്ഞ സാക്ഷി എനിക്ക് വലിയ സന്തോഷമായി. ഭർത്താവ് അറ്റാക്ക് വന്ന് മുഖമൊക്കെ കോടി അല്ലാത്ത അവസ്ഥയിൽ തുപ്പലൊക്കെ ഒലിപ്പിച്ച് ഇങ്ങനെ ഭവനത്തിലിരിക്കുമ്പോൾ ഒരു മോളുണ്ട്. മോളോട് ഈ സഹോദരി പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം മോളെ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു. ചില മിനിറ്റുകൾ, ചില സെക്കൻഡുകൾ, ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഈ കോടിപ്പോയ മുഖം നിവർന്നു വന്നു. ആ ഒലിപ്പിച്ചുകൊണ്ടിരുന്ന അവസ്ഥകൾ മാറി. നല്ല പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ഭർത്താവിനെ ആ സഹോദരിക്ക് കാണാൻ കഴിഞ്ഞു. ആ സാക്ഷ്യം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ആത്മാവിൻ്റെ പ്രാർത്ഥനയും ആത്മാവിൻ്റെ ആരാധനയും രോഗശാന്തിയും നമ്മുടെ ജീവിതത്തിലെ മാറാത്ത പ്രശ്നങ്ങൾക്ക് മറുപടിയായ പ്രാർത്ഥനകൾ തീരുമെന്ന് ഇനിയെങ്കിലും പെന്തക്കോസ്തുകാരെ നമ്മളൊന്ന് മനസ്സിലാക്കണം. വെറുതെ കിടന്ന് പാട്ടുപാടി കുഴഞ്ഞ് അവശരായി കടവും കടത്തിൻ്റെ കടവുമായി കിടന്ന് ചക്രശ്വാസം വലിക്കുന്ന ഒട്ടനവധി പേരെ എനിക്കറിയാം. ആത്മാവിൽ നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ആത്മാവിൽ ആരാധിച്ചാൽ മതി. ഏത് നിലയിലുള്ള ബന്ധനങ്ങളാണെങ്കിലും ഏത് നിലയിലുള്ള ഞെരുക്കങ്ങളാണെങ്കിലും കർത്താവ് അതാത് സമയങ്ങളിൽ അതിൻ്റേതായ വിടുതൽ നമുക്ക് അയക്കാനിടയായി. ഈ വിടുതൽ തന്നില്ലെങ്കിൽ നമ്മൾ വിചാരിച്ചോണം നമ്മൾ ക്രിസ്തുവിൽ തികഞ്ഞു വരണം, പ്രാർത്ഥിക്കണം, ക്രിസ്തുവിൻ്റെ സ്വഭാവം ഒപ്പിയെടുക്കണം, ക്രിസ്തുവിൻ്റെ മനസ്സ് ഉണ്ടാകണം, ക്രിസ്തുവിൻ്റെ ഭാവം ഉണ്ടാകണം. അതാണ് ഉപദേശം പഠിച്ചുണ്ടാകേണ്ട അവസ്ഥ. അതില്ലാതെ ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ
സഭയിലെ മൂപ്പനെ വരുത്തട്ടെ. സ്പെഷ്യലിസ്റ്റിനെ വരുത്താനല്ല പറഞ്ഞേക്കണത്, സഭയിലെ മൂപ്പനെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇനിയിപ്പോൾ പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് തട്ടുക. അവിടെ കിടന്ന് 15 ലക്ഷം 25 ലക്ഷം കൊടുത്ത് രോഗശാന്തി എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ കൊണ്ടുപോയി തട്ടുക. പിന്നെ 6 മാസം കഴിയുമ്പോൾ പിന്നെയും പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തട്ടുക. പിന്നെ അവിടെ നിന്ന് വീട്ടിൽ കൊണ്ട് തട്ടുക. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാലയളവിൽ ഈ വചനങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഒരുവിന് രോഗം വന്നാൽ എന്ത് ചെയ്യണം? സഭയിലെ മൂപ്പൻ വരുത്തണം. മൂപ്പൻ തലയും കുത്തിയിരിക്കുന്ന മൂപ്പനാണെങ്കിൽ ഒരു ഗുണവും ഇല്ല. മൂപ്പൻ എങ്ങനെ ജീവിക്കണമെന്ന് എടുക്കാം. തിമോഥെയോസിന്റെ ലേഖനം എടുത്തോട്ടെ. തിമോഥെയോസിന്റെ ലേഖനം. മൂപ്പൻ എന്ന പദം വന്നപ്പോഴാണ് ആ വിഷയം കയറി വന്നത്. മൂപ്പൻ എങ്ങനെയുള്ളവരായിരിക്കണം? വായിക്കാം. എല്ലാ വചനത്തിലൂടെയാ മറുപടി. നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. സ്തോത്രം. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോകുന്ന ശേഷം ശേഷിച്ച കാര്യങ്ങളെ ക്രമപ്പെടുത്തേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. മൂപ്പൻ, പാസ്റ്റർ, ശുശ്രൂഷകൻ എന്നുള്ള നിലയിലൊക്കെ പഠിക്കാം. മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏകഭാര്യയുള്ളവനും ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളുടെ മക്കളുള്ളവനുമായിരിക്കണം. അധ്യക്ഷൻ ദൈവത്തിന്റെ ഗ്രഹവിചാരകനാകിയാൽ അനിന്യനായിരിക്കണം. ഒരാളെ നിന്ദിക്കാൻ പാടില്ല. തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലഭമോഹിയും അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുൽബോധശീലനും നീതിമാനും നിർമ്മതനും ജിതോന്ദ്രിയനും പത്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവനുമായിരിക്കണം. വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരായ പലരുമുണ്ടല്ലോ. അവരാരാ? പരിച്ഛേദനക്കാർ തന്നെ. നല്ല മൂപ്പന്മാർ എന്ത് ചെയ്യണം? അവരുടെ വായടയ്ക്കേണ്ടതാകുന്നു. സ്തോത്രം. ദൈവമക്കളെ, മൂപ്പൻ എങ്ങനെ നടക്കണമെന്ന് നല്ല വ്യക്തമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ശുശ്രൂഷകൻ എങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ കൂടി വായിക്കാം. 1 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം. മൂപ്പൻ എങ്ങനെ ജീവിക്കണമെന്ന് അവിടെ നല്ല വ്യക്തമായി. ആരും പുസ്തകം വായിക്കത്തില്ല തന്നെ. അതാ ഈ കുഴപ്പം. ബിബ്ലിക്കൽ ബുക്സ് വായിച്ചുകൊണ്ടിരിക്കുക. ഇവിടുന്ന് തോട്ടി കളഞ്ഞിട്ട് വേദോസ്തം വായിക്കും. 1 തിമോഥെയോസ് 3-ന്റെ ശുശ്രൂഷന്മാർ എങ്ങനെ ആയിരിക്കണമെന്ന് എടുത്ത് വായിക്കേ. ഏക ഭാര്യയുള്ള ഭർത്താവും മക്കളെയും അവിടെ മക്കളെ കയറൂരിടുന്നവനല്ല, സ്വന്തം കുടുംബത്തെ എന്ത് ചെയ്യണം? നന്നായി ഭരിക്കുന്നവനായിരിക്കണം. നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ നല്ല നിലയും അങ്ങനെയുള്ളവരാണ് മൂപ്പന്മാര്. ഈ തിമോഥെയോസിന്റെ ലേഖനത്തിലും തീത്തോസിന്റെ ലേഖനത്തിലും മൂപ്പൻ എങ്ങനെ ആയിരിക്കണമെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ആ ഉപദേശം നന്നായിട്ട് പഠിച്ചിരിക്കണം. ഈ തീത്തോസിന്റെ ലേഖനം മാത്രം മതി. ഞാനിപ്പോൾ നേരത്തെ വായിച്ചല്ലോ. ഈ വാക്യപ്രകാരമാണെങ്കിൽ ഇന്നത്തെ ശുശ്രൂഷകന്മാരെ കട്ടയും പടവും വെച്ച് പഴയ പണിക്ക് പോകേണ്ടി വരും. പലരും എല്ലാവരും അല്ല. ഞാൻ പറയുമ്പോൾ എല്ലാവരും ആണെന്ന് ചിന്തിക്കരുത് ആരും. ന്യൂനപക്ഷം എപ്പോഴും വചനത്തിനുവേണ്ടി നിലകൊള്ളുന്നവരുണ്ട്. നല്ലൊരു ശതമാനവും പഴയ പണിക്ക് വേണ്ടി വല്ല മീൻ പിടിക്കാനോ അല്ലെങ്കിൽ പഴയ വണ്ടി ഓടിക്കാനോ. ഇപ്പം അതൊക്കെ അല്ലേ പണി. ഓട്ടോറിക്ഷയ്ക്ക് ആൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പുസ്തകം വെച്ചിട്ട് തൂച്ചായിട്ട് വരിക. ഒരു ഗതിയും പരഗതിയും പിടിക്കാതെ പഠിച്ച് ജോലിയും കിട്ടാത്തവനെല്ലാം തൂച്ചായിട്ട് വില ചെയ്യുക. കാരണം ഇവിടെ ഇഷ്ടംപോലെ കാശ് കിട്ടും, ഇവിടെ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. ഏത് കോരാമ്പിച്ച് കാണിച്ചാലും ജനത്തിന് സന്തോഷമാണ്. ഞങ്ങളുടെ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് ജോലി കിട്ടി, ശമ്പള വർധനവ് കിട്ടി, ഞങ്ങൾക്ക് അത് കിട്ടി, ഇത് കിട്ടി, വിസ കിട്ടി, കാശ് കിട്ടി, എല്ലാം കിട്ടി. അവസാനം നിങ്ങൾക്ക് നരകവും കിട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുക. പ്രാർത്ഥിച്ച് ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹങ്ങൾ തരാനാണ് പാസ്റ്റർമാരെങ്കിൽ പിന്നെ ഈ ഉപദേശം എന്തിനാണ് ഉപദേശം? ആദ്യം അവൻ്റെ രാജ്യനീതി അന്വേഷിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കർത്താവ് തരുമെന്ന കർത്താവ് ഓടിപ്പിച്ച ഉപദേശം.
ശിഷ്യന്മാരും അത് തന്നെ പഠിപ്പിക്കണം ഉപദേശം. ഈ തലതിരിഞ്ഞ പഠിപ്പിക്കൽ എവിടെ നിന്ന് വന്നു എന്ന് കേട്ടാൽ, ദൈവസഭയിൽ ക്രിസ്ത്യൻദോസിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അവനും അവൻ്റെ കൂട്ടരും അനുയായികളും പുതിയ നിയമസഭയിലേക്ക് മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞൊരു പിശാചിൻ്റെ ദർശനം, ഒരു ക്രൂശിൻ്റെ ദർശനം താത്താൻ കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ സഭയ്ക്കുള്ളിലോട്ട് കയറി ഉള്ള ദുരുപദേശത്തിൻ്റെ വിത്ത് മുഴുവൻ വിതച്ചു. അങ്ങനെ പുതിയ നിയമസഭ ക്രിസ്ത്യൻദോസ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ദുരുപദേശത്തിലേക്ക് വഴുതിപ്പോയെന്നാണ് ചരിത്രം. അത് ദീർഘവർഷങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. അതിനുശേഷം പല നവോത്ഥാന പുരുഷന്മാർ, മാർട്ടിൻ ലൂതർ, ജോൺ വിക്ലിഫ്, അങ്ങനെയുള്ള വിലപ്പെട്ട ദാസന്മാരൊക്കെ എഴുന്നേറ്റ് സഭയെ മടക്കി വരുത്തിയെങ്കിലും പിന്നെയും സഭ ദുരുപദേശത്തിലേക്ക് പോയി. ഇപ്പോൾ സഭ കിടക്കുന്നത്, എല്ലാ സഭകളുമല്ല, നല്ലൊരു ശതമാനം സഭകളും ദുരുപദേശത്തിൻ്റെ അടിമനത്തിൽ കിടക്കുക. കാരണം ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം അടുക്കടുക്കായി പഠിപ്പിച്ച് ഉപദേശത്തിൻ്റെ സത്യത്തിലേക്ക് സഭയെ നടത്താത്തത് കൊണ്ട് സഭ ദുരുപദേശത്തിൽ മുങ്ങിക്കിടക്കുക. എന്ത് ചെയ്യാൻ പറ്റും? ആ അവസ്ഥയിൽ നിന്ന് സഭയ്ക്ക് കരകയറണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കുത്ത് ഉപദേശവും ശക്തമായി പ്രസംഗിക്കപ്പെടണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, സഭയെ അപ്പോസ്തലന്മാർ റോമാ സഭയെ ഉപദേശിച്ചതുപോലെ, കൊരിന്ത് സഭയെ ഉപദേശിച്ചതുപോലെ, ഗലാത്യ സഭയെ ഉപദേശിച്ചതുപോലെ, ഫിലിപ്പിയ സഭയെ ഉപദേശിച്ചതുപോലെ, കൊലോസ്യ സഭയെ ഉപദേശിച്ചതുപോലെ, എഫേസ്യ സഭയെ ഉപദേശിച്ചതുപോലെ, തെസ്സലോനിക്ക സഭയെ ഉപദേശിച്ചതുപോലെ, കർത്താവിൻ്റെ ശിഷ്യന്മാർ ഉപദേശിച്ചതുപോലെ ഇന്നത്തെ ശിഷ്യന്മാരും സഭയ്ക്ക് വേണ്ടുന്ന പ്രമാണങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളായി ലിഖിതമായി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ, അത് സഭയെ ഉപദേശിച്ച്, ആ പ്രമാണങ്ങളെ സഭയെ ഉപദേശിച്ച് സഭയെ ആത്മീയമായി നവീകരിച്ച് ആത്മീയ വളർച്ചയിലേക്കും ആത്മീയ വർധനവിലേക്കും ആത്മീയ നിറവിലേക്കും നടത്തുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തേക്ക് പോകാൻ ഒറ്റ ഒരെണ്ണം കാണത്തില്ല. ഇത് പറഞ്ഞ നിമിത്തം ദൈവം എന്നെ ശിക്ഷിക്കുന്നെങ്കിൽ ശിക്ഷിക്കട്ടെ, അങ്ങനെ കൂടി പറഞ്ഞു വയ്ക്കുക. എനിക്ക് നല്ല ബോധ്യമുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം വായിച്ചാട്ട്, 31-ാം വായിച്ചാട്ട്, വളരെ പ്രസിദ്ധമായൊരു വാക്യം. പ്രവൃത്തി 9:31. അങ്ങനെ യഹൂദ, ഗലീല, ശമരിയ എന്ന ദേശങ്ങളിൽ സഭയ്ക്കൊക്കെയും സമാധാനമുണ്ടായി. അപ്പോസ്തലന്മാരാൽ ഉപദേശം പറഞ്ഞ് നടത്തപ്പെടുന്ന യഹൂദ, ഗലീല, ശമരിയ ദേശങ്ങളിൽ സഭയ്ക്ക് സമാധാനമുണ്ടായി. സഭ ആത്മീയ വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു. ബുക്ക് ഓഫ് ആക്ട്സ് 16:4-5 കൂടി വായിക്കാം. വളരെ പ്രധാനപ്പെട്ട വാക്യം, ഭാഷന്മാരുടെ തലമണ്ടയിലോട്ട് കയറാത്ത വാക്യം. 16:4-5. അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. ഇപ്പം എണ്ണത്തിൽ പെരുകി വരുന്നുണ്ട്, വിശ്വാസത്തിലൊട്ട് ഉറയ്ക്കുന്നുമില്ല. ഒരൊറ്റ വിശ്വാസത്തിൻ്റെ ഒരു തുള്ളി പോലുമില്ല. കണ്ടെയ്നർ കണക്കിന് സഭകളും കണ്ടെയ്നർ കണക്കിന് വിശ്വാസികളും ഇന്ന് ഭൂമിയിലുണ്ട്. ഇവരൊക്കെ ഈ ഉപദേശപ്രകാരമാണ് ജീവിച്ചാലല്ലേ വല്ല ഗുണമുള്ളൂ. ഈ ഉപദേശം അനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സഭകളോടും ഭാഷന്മാരോടും ഒരു വിരോധവും ഇല്ല. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് നമ്മൾ വരണം, ഈ പ്രമാണത്തിലേക്ക് വരണം. പ്രവൃത്തി പുസ്തകം 2:42 ഒന്ന് വായിക്കാം. 2:42 പെട്ടെന്ന് വായിച്ചാൽ. പ്രവൃത്തി 2:48, 42. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, ആമേൻ, പ്രൈസ് ദി ലോർഡ്. പ്രവൃത്തി 2:42 വായിച്ചാട്ടെ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആയിരിച്ചു, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇനി അവൻ്റെ അവസാനത്തെ വാക്യം, അധ്യായത്തിൻ്റെ അവസാന വാക്യം. കർത്താവ് രക്ഷിക്കപ്പെടുന്ന ദിനം പ്രതി സഭയോട്, ഏത് സഭ? ഇത് ഞാനിപ്പോൾ 3-4 ക്ലിപ്പ് 3-5 ദിവസങ്ങൾ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കേട്ട് ഇനിയെങ്കിലും അത് മനസ്സിലാക്കിക്കൊള്ളണം. അതിനായി പറയുന്നേ. അല്ല, എനിക്ക് വാക്കുകൾ കിട്ടാഞ്ഞിട്ടോ പ്രസംഗിക്കാൻ വേറെ സബ്ജക്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല. ഈ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ ഇത് കോൺക്രീറ്റ് ആണ് തറയ്ക്കുന്ന പോലെ തറയ്ക്കണം ഈ വിഷയങ്ങൾ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന വെച്ചും പോന്നു. അവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു.
അതാ സഭ, കർത്താവിൻ്റെ സഭ. അതാണ് പ്രിയമുള്ളവരെ. അപ്പൊ ഇന്ന് കാണുന്ന സഭകളെല്ലാം ആരാ?